നമസ്കാരം. ഇടുക്കിനെറ്റ് വാർത്താ സംപ്രേഷണത്തിലേക്ക് മാന്യപ്രേക്ഷകർക്ക് ഹൃദ്യമായ സ്വാഗതം. ഇടുക്കിനെറ്റ് ന്യൂസ് ലൈവ്. ഇടുക്കിനെറ്റ് ന്യൂസ് ലൈവ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's ജ്വല്ലറി, കോട്ടയംകട, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക്. ന്യൂസ് ഹെഡ്ലൈൻ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KG's ജ്വല്ലറി, കോട്ടയംകട, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. കട്ടപ്പനയിൽ പട്ടയമേള സംഘടിപ്പിച്ചു. 2016 പട്ടയമില്ലാത്ത എല്ലാവർക്കും പട്ടയം എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് UDF സർക്കാർ മുൻപോട്ട് പോകുന്നതെന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. കട്ടപ്പനയിൽ പട്ടയമേള നടക്കുന്ന വേദിയിലേക്ക് നിരവധി സംഘടനകളുടെ പ്രതിഷേധ പ്രകടനം. ആദിവാസികൾ ഉൾപ്പെടെ പ്രതിഷേധത്തിൽ അണിനിരന്നു. ES ബിജിമോൾ MLA വായി മൂടിക്കെട്ടിയാണ് പട്ടയമേളയിൽ പങ്കെടുത്തത്. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 138.1 അടിയായി ഉയർന്നു. ഡാമിന്റെ ചോർച്ച വർദ്ധിച്ചു. വിള്ളലുകളിലൂടെ ജലം പുറത്തേക്കൊഴുകുന്നു. വൃഷ്ടിപ്രദേശത്ത് കനത്ത മഴ തുടരുകയാണ്. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ 2 ഷട്ടറുകൾ പ്രവർത്തനരഹിതമായി. അണക്കെട്ടിന്റെ ചോർച്ച ആശങ്കാജനകമാംവിധം വർദ്ധിച്ചതായി സംസ്ഥാന ചീഫ് സെക്രട്ടറി ഭരത് ഭൂഷൺ. വിശദമായ വാർത്തയിലേക്ക്. വിവാദങ്ങൾക്കിടയിൽ കട്ടപ്പനയിൽ പട്ടയമേള സംഘടിപ്പിച്ചു. 2016 പട്ടയമില്ലാത്ത എല്ലാവർക്കും പട്ടയം എന്ന ലക്ഷ്യവുമായാണ് UDF സർക്കാർ മുൻപോട്ട് പോകുന്നതെന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. മലയോര കർഷകരുടെ ചിരകാല സ്വപ്നം സാക്ഷാത്കരിച്ചുകൊണ്ടാണ് UDF സർക്കാർ ഇടുക്കി ജില്ലയിലെ കർഷകർക്ക് നൽകിയ ഒരു വാഗ്ദാനം കൂടി യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത്. സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം ഇതേവരെ ജില്ലയിൽ 19,450 പട്ടയങ്ങൾ ജില്ലയിൽ വിതരണം ചെയ്തിട്ടുണ്ട്. ഇടുക്കി ജില്ലയിലെ അർഹരായ മുഴുവൻ കർഷകർക്കും പട്ടയം നൽകുന്നതിന് മുന്നോടിയായി സംഘടിപ്പിച്ച പട്ടയമേള കട്ടപ്പന സെന്റ് ജോർജ് പാരിഷ് ഹാളിൽ വെച്ചാണ് നടന്നത്. കേരള റവന്യൂ കയർ വകുപ്പ് മന്ത്രി അടൂർ പ്രകാശ് അധ്യക്ഷനായിരുന്നു. ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല യോഗം ഉദ്ഘാടനം ചെയ്തു. ഭൂരഹിതരായ മുഴുവൻ ആളുകൾക്കും ഭൂമി കൊടുക്കാനുള്ള പദ്ധതി ഈ ഗവൺമെന്റ് നടപ്പാക്കി വരികയാണ്. 2016 ആകുമ്പോൾ കേരളത്തിലെ ഭൂമിയില്ലാത്ത മുഴുവൻ ആളുകൾക്കും ഭൂമി കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് റവന്യൂ വകുപ്പ് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ജലവിഭവ വകുപ്പ് മന്ത്രി PJ ജോസഫ്, റോഷി അഗസ്റ്റിൻ MLA, അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് MP, ES ബിജിമോൾ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MD തോമസ്, ജില്ലാ ബാങ്ക് പ്രസിഡന്റ് EM ആഗസ്തി, കൺസ്യൂമർ ഫെഡ് ചെയർമാൻ ജോയി തോമസ്, കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് രാജൻ, ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AP ഉസ്മാൻ, കട്ടപ്പന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോണി കുളമ്പള്ളി, ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബേബി പതിപ്പള്ളി, ജില്ലാ പഞ്ചായത്ത് അംഗം മേരി ആന്റണി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷേർലി കൊച്ചുകുടി, കട്ടപ്പന ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജാൻസി ബേബി, DCC പ്രസിഡന്റ് റോയ് കെ പൗലോസ്, ഇടുക്കി ADM VR മോഹനൻ പിള്ള തുടങ്ങി നിരവധി ആളുകൾ പട്ടയമേളയിൽ പങ്കാളികളായി. കട്ടപ്പനയിൽ പട്ടയ വിതരണം നടക്കുന്ന വേദിയിലേക്ക് ആദിവാസികൾ ഉൾപ്പെടെ നിരവധി സംഘടനകൾ പ്രതിഷേധവുമായി എത്തി. ആദിവാസികളുടെ പ്രതിഷേധത്തെ തുടർന്ന് ഭാരതീയ ജനതാ പട്ടികജാതി പട്ടിക മോർച്ചയുടെയും KPMSന്റെയും നേതൃത്വത്തിലും പ്രതിഷേധ സമരം നടന്നു. പട്ടികജാതി പട്ടികവർഗ ജനതയ്ക്ക് പട്ടയം നിഷേധിക്കുന്ന നിലപാടിൽ പ്രതിഷേധിച്ചാണ് എല്ലാ സംഘടനകളും പട്ടയമേളയിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത്. ആദിവാസികളുടെ കൈവശ ഭൂമിക്ക് പട്ടയം നൽകുക, ആദിവാസികളോടുള്ള വഞ്ചന അവസാനിപ്പിക്കുക എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് അഖില തിരുവിതാംകൂർ മലയ അരയ സഭ നടത്തുന്ന പട്ടയ വിതരണ മേളയിലേക്ക് നടത്തുന്ന പ്രതിഷേധ മാർച്ചാണ് എനിക്ക് പിന്നിൽ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ആദിവാസികളുടെ കൈവശ ഭൂമിക്ക് പട്ടയം നൽകുക, ആദിവാസികളോടുള്ള വഞ്ചന അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മധ്യ തിരുവിതാംകൂർ മലയരയ മഹാസഭയുടെ നേതൃത്വത്തിൽ പട്ടയമേള നടന്ന സെന്റ് ജോർജ് പള്ളി പാരിഷ് ഹാളിലേക്ക് മാർച്ച് നടത്തിയത്. മാർച്ച് കട്ടപ്പന സഹകരണ ബാങ്കിന് മുമ്പിൽ പോലീസ് തടഞ്ഞു. കോരിച്ചൊരിയുന്ന മഴയെ അവഗണിച്ചായിരുന്നു സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന പ്രതിഷേധക്കാർ സമരം നടത്തിയത്. ഇതിനിടയിൽ സൈറൺ മുഴക്കിയെത്തിയ ആംബുലൻസ് സമരക്കാർ കടത്തിവിട്ടെങ്കിലും ഡെപ്യൂട്ടി കളക്ടറുടെയും വാഹനങ്ങൾ കടത്തിവിടാൻ അനുവദിച്ചില്ല. പിന്നീട് പോലീസ് ഇടപെട്ട് ഈ വാഹനങ്ങൾ വഴിതിരിച്ചു വിടുകയായിരുന്നു. ശക്തമായ മഴയിലും മണിക്കൂറുകളോളമാണ് പ്രതിഷേധക്കാർ റോഡിൽ കുത്തിയിരുന്നത്.
ആദിവാസികളുടെ കൈവശ ഭൂമിക്ക് പട്ടയം നൽകുക, അതുപോലെ തന്നെ ആദിവാസികളോടുള്ള വഞ്ചന അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ മാർച്ച് നടന്നത്. പട്ടയമേള നടക്കുന്ന സ്ഥലത്തേക്കാണ് മാർച്ച് നടന്നത്. മാർച്ച് കട്ടപ്പന സഹകരണ ബാങ്കിന് മുമ്പിൽ പോലീസ് തടയുകയായിരുന്നു. അതിരൂക്ഷമായ മഴയെ അവഗണിച്ചുകൊണ്ടാണ് സമരക്കാർ ഈ പ്രതിഷേധത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. തുടർന്നും ഇവരുടെ ആവശ്യങ്ങൾക്ക് അംഗീകാരം ഉണ്ടാകാത്ത പക്ഷം സമരം കൂടുതൽ ശക്തമാക്കുമെന്നുള്ള മുന്നറിയിപ്പാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കും സർക്കാരിനുമെതിരെ രൂക്ഷമായ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് ഈ കടുത്ത മഴയും അവഗണിച്ചുകൊണ്ട് സ്ത്രീകൾ അടക്കമുള്ള സമരക്കാർ ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നത്. ക്യാമറമാൻ ബിബിൻ ജോയ്ക്കൊപ്പം എസ് സൂര്യലാൽ, ഇടുക്കി നെറ്റ് ന്യൂസ്. പട്ടയമേളയ്ക്ക് മുന്നോടിയായി സംഘർഷഭരിതമായ നിരവധി രംഗങ്ങൾക്കാണ് കട്ടപ്പന സാക്ഷ്യം വഹിച്ചത്. ആദിവാസികളുടെ ഉൾപ്പെടെയുള്ള പ്രതിഷേധങ്ങൾക്കൊടുവിൽ ES ബിജിമോൾ വേദിയിൽ വായ മൂടിക്കെട്ടിയാണ് പങ്കെടുത്തത്. സംഘർഷഭരിതമായ നിരവധി മുഹൂർത്തങ്ങളാണ് കട്ടപ്പനയിൽ നടന്ന പട്ടയമേളയോടനുബന്ധിച്ച് നടന്നത്. 2 മണിയോടെ ആദിവാസികളുടെ ഭൂമിക്ക് പട്ടയം നൽകുക, ആദിവാസികളോടുള്ള വഞ്ചന അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് മലയരയ സഭയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തി. കൂടാതെ BJP, AKPMS തുടങ്ങിയ സംഘടനകളും പ്രതിഷേധ മാർച്ച് നടത്തി. പിന്നീട് പരിപാടി നടന്ന സെന്റ് ജോർജ് പള്ളി പാരിഷ് ഹാളിലെത്തിയ ES ബിജിമോൾ MLA പ്രതിഷേധവുമായി രംഗത്തെത്തി. കട്ടപ്പനയിൽ വെച്ച് നടക്കുന്ന ഈ പട്ടയമേളയിൽ ജില്ലാ കളക്ടർ അറിയിച്ചത് 1886 പേർക്ക് പട്ടയം വിതരണം ചെയ്യുന്നു. 1886 പേർക്ക് പട്ടയം വിതരണം ചെയ്യുന്നത് പീരുമേട് നിയോജക മണ്ഡലത്തിലെ ഒരു പീരുമേട് താലൂക്കിലെ ഒരു പട്ടയം പോലും കൊടുക്കുന്നതിന് ഈ ഗവൺമെന്റ് നടപടി സ്വീകരിച്ചു. വർഷങ്ങളായി പീരുമേട് താലൂക്കിൽ വരുന്ന മുഴുവൻ വില്ലേജുകളിൽ പട്ടയ നടപടികളിൽ നിന്ന് ഒഴിവാക്കുന്ന നടപടിയിലാണ് ഞങ്ങളുടെ ശക്തമായിട്ടുള്ള പ്രതിഷേധം. 1886 പേർക്ക് ഇടുക്കി ജില്ലയിലെ 1886 പേർക്ക് പട്ടയം കിട്ടുന്നതിന് ഞങ്ങൾക്ക് യാതൊരു തടസ്സമില്ല. അതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുക. എന്നാൽ പീരുമേട് താലൂക്കിന് പൂർണ്ണമായി ഈ പട്ടയ നടപടികളിൽ നിന്ന് ഒഴിവാക്കി വേർതിരിച്ച് നടത്തിയ നടപടിയോടാണ് ഞങ്ങൾക്ക് പ്രതിഷേധം. അതിലുള്ള പ്രതിഷേധം ശക്തമായി ADM-നോട് തട്ടിക്കേറിയ ബിജിമോൾ വായ് മൂടിക്കെട്ടിയാണ് പട്ടയമേളയിൽ പങ്കെടുത്തത്. പട്ടയമേള മലയോര ജനതയുടെ സ്വപ്ന സാക്ഷാത്കാരമായി മാറി. UDF സർക്കാർ ഭരണത്തിലെത്തിയതിനു ശേഷം 5ാം തവണയാണ് പട്ടയമേള സംഘടിപ്പിക്കുന്നത്. മലയോര ജനതയുടെ പട്ടയപ്രശ്നത്തിന് പരിഹാരമായി 5ാമത് പട്ടയമേള കട്ടപ്പനയിൽ നടന്നു. 1866 പട്ടയങ്ങളാണ് ഇന്ന് കട്ടപ്പനയിൽ നടന്ന പട്ടയമേളയിൽ വിതരണം ചെയ്തത്. ഇടുക്കി ജില്ലയിലെ അർഹരായ മുഴുവൻ കർഷകർക്കും പട്ടയം നൽകുന്നതിന്റെ ഭാഗമായിട്ടാണ് കട്ടപ്പനയിൽ പട്ടയമേള സംഘടിപ്പിച്ചത്. UDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നടക്കുന്ന 5ാമത്തെ പട്ടയമേളയ്ക്കാണ് ഇന്ന് ഇടുക്കിയിലെ കർഷകർ സാക്ഷ്യം വഹിച്ചത്. 1450ഓളം പട്ടയങ്ങളാണ് UDF സർക്കാർ 5 ഘട്ടങ്ങളായി വിതരണം ചെയ്തത്. 8891 പട്ടയങ്ങളും 4506 വനാവകാശ രേഖകളുമാണ് കഴിഞ്ഞ 4 ഘട്ടങ്ങളായി നൽകിയത്. കൂടാതെ ഇടുക്കി താലൂക്കിന്റെ ഉദ്ഘാടന വേദിയിൽ 2599 പട്ടയങ്ങളും 521 വനാവകാശ രേഖകളും സീറോ ലാൻഡ്സ് ലിസ്റ്റ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 2005 പട്ടയങ്ങളും വിതരണം ചെയ്തു. ഇന്ന് കട്ടപ്പനയിൽ നടന്ന പട്ടയമേളയിൽ 1993 പ്രത്യേക ചട്ടപ്രകാരമുള്ള 1700-ലധികം പട്ടയങ്ങളും ഭൂമി പതിവ് ചട്ടങ്ങൾ പ്രകാരമുള്ള 20ഓളം പട്ടയങ്ങളുമാണ് കർഷകർക്ക് നൽകിയത്. മലയോര കർഷകരുടെ ചിലകാല സ്വപ്നത്തിന്റെ സാക്ഷാത്കാരമാണ് ഇന്ന് കട്ടപ്പന സെന്റ് ജോർജ് പാരിഷ് ഹാളിൽ നടന്നത്. ന്യൂസ് ഡെസ്ക്, ഇടുക്കി നെറ്റ്. കട്ടപ്പനയിൽ നടന്ന പട്ടയമേള ചടങ്ങിൽ ആദ്യ പട്ടയം ലഭിച്ചത് വണ്ണപ്പുറം സ്വദേശി പുളിക്കത്തറയിൽ ജോണിനായിരുന്നു. കട്ടപ്പനയിൽ നടന്ന പട്ടയമേളയിൽ ആദ്യ പട്ടയം ലഭിച്ചത് തൊടുപുഴ വണ്ണപ്പുറം സ്വദേശിയായ പുളിക്കത്തൊട്ടി G ജോണിനാണ്. ആദ്യ പട്ടയം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വിതരണം ചെയ്തു. വണ്ണപ്പുറത്തെ ജോണിന്റെ 1 ഏക്കർ ഭൂമിക്കാണ് ഉപാധിരഹിത പട്ടയം ലഭിച്ചത്. പട്ടയത്തിനായി ജോൺ കയറിയിറങ്ങാത്ത ഓഫീസുകൾ ഉണ്ടായിരുന്നില്ല. പട്ടയമില്ലാത്തതിനാൽ മക്കളുടെ വിദ്യാഭ്യാസം, വിവാഹം എന്നിവയ്ക്കെല്ലാം ഏറെ ബുദ്ധിമുട്ടിയിരുന്നുവെന്ന് ജോസ് പറയുന്നു. ഇത് ജോണിന്റെ സ്വപ്ന സാക്ഷാത്കാരം കൂടിയാണ്. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 138.1 അടിയായി ഉയർന്നു. ഡാമിലെ ചോർച്ച വർദ്ധിച്ചു കഴിഞ്ഞു. വിള്ളലുകളിലൂടെ ജലം പുറത്തേക്ക് ഒഴുകുകയാണ്. വൃഷ്ടി പ്രദേശത്ത് കനത്ത മഴ തുടരുന്നു. അവസാന റിപ്പോർട്ടുകൾ ലഭിക്കുമ്പോൾ മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 138.1 അടിയായി ഉയർന്നു കഴിഞ്ഞു. സ്പിൽവേ വഴി ഇടുക്കി അണക്കെട്ടിലേക്ക് ജലമൊഴുക്കുവാൻ ഉപയോഗിക്കുന്ന എല്ലാ ഷട്ടറുകളും പൂർണ്ണമായും തന്നെ തമിഴ്നാട് അടച്ചിരിക്കുകയാണ്. 13ാമത്തെ ഷട്ടർ അറ്റകുറ്റപ്പണികൾ തീർക്കാത്ത അവസ്ഥയിലാണ് ഇപ്പോഴുമുള്ളത്. 2 ഷട്ടറുകൾ പരീക്ഷണാർത്ഥം തുറന്നുവെങ്കിലും ഉടൻ തന്നെ തമിഴ്നാട് ഇത് അടയ്ക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലവിധാനം അനുദിനം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്.
വൃഷ്ടിപ്രദേശത്ത് മഴ ശക്തമായ രീതിയിൽ തുടരുന്നുണ്ട്. രാവിലെ ഉപസമിതിയോടൊപ്പം അണക്കെട്ടിലേക്ക് പുറപ്പെടാനൊരുങ്ങിയ മാധ്യമപ്രവർത്തകരെ ബോട്ടിൽ കയറ്റാതിരുന്നതിനെ തുടർന്ന് തേക്കടിയിൽ നേരിയ രീതിയിൽ സംഘർഷം ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് അധികൃതർ ഇടപെട്ട് മാധ്യമപ്രവർത്തകർക്ക് കൂടി ബോട്ട് അനുവദിച്ചു നൽകുകയായിരുന്നു. അണക്കെട്ടിലെ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിൽ കൂടുതൽ ചോർച്ചകളും വിള്ളലുകളും ദൃശ്യമായിട്ടുണ്ട്. ഉപസമിതി കൃത്യമായ പരിശോധനകൾ നടത്തിയ ശേഷമാണ് മടങ്ങിയത്. തീരദേശവാസികളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകുക എന്ന ലക്ഷ്യത്തോടുകൂടി അണക്കെട്ടിലെ ജലനിരപ്പ് 136 അടിയിൽ നിജപ്പെടുത്തണമെന്ന കേരളത്തിന്റെ ആവശ്യം തമിഴ്നാട് പൂർണ്ണമായും തള്ളി. 140 അടിയിലേക്ക് ജലനിരപ്പ് ഉയർത്തുവാനായി തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകുന്ന ജലത്തിന്റെ അളവും തമിഴ്നാട് കുറച്ചിട്ടുണ്ട്. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ 2 ഷട്ടറുകൾ പ്രവർത്തനരഹിതമായി. അണക്കെട്ടിൽ ചോർച്ച ആശങ്കാജനകമാംവിധം വർദ്ധിച്ചതായി സംസ്ഥാന ചീഫ് സെക്രട്ടറി ഭരത് ഭൂഷൺ പറഞ്ഞു. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ പരിസരം സന്ദർശിച്ചതിനു ശേഷമാണ് അദ്ദേഹം അഭിപ്രായം രേഖപ്പെടുത്തിയത്. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ ജലനിരപ്പ് 137.2 അടിയായി ഉയർന്നതോടെ പെരിയാർ തീരദേശവാസികൾ ആശങ്കയിലാണ്. അണക്കെട്ടിലെ ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ ചീഫ് സെക്രട്ടറി ഇ.കെ. ഭരത് ഭൂഷൺ ശനിയാഴ്ച അണക്കെട്ട് സന്ദർശിച്ചിരുന്നു. ഇതിനിടെ 2 ഷട്ടറുകൾ പ്രവർത്തനരഹിതമായിട്ടുണ്ട്. ഇറച്ചിപ്പാലം വഴി തമിഴ്നാട് കൂടുതൽ ജലം കൊണ്ടുപോയി തുടങ്ങിയതോടെ അണക്കെട്ടിലെ ജലനിരപ്പ് കുറയാൻ ഇടയാക്കും. അണക്കെട്ടിന്റെ ശോചനീയാവസ്ഥ മന്ത്രിസഭയെ അറിയിക്കുമെന്നും ഭരത് ഭൂഷൺ പറഞ്ഞു. വിസിറ്റിൽ കണ്ട 10-11 ബ്ലോക്കും 17 ബ്ലോക്കിലും ലീക്കുണ്ട്. പോരാത്തതിന് 136 ലെവൽ വെച്ച് പല മേഖലകളിലും നനവ് പ്രത്യക്ഷപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. സീപ്പേജ് ഇന്ന് നമ്മൾ പഴയ പോലെ തന്നെ 3 സ്ഥലത്തു നിന്ന് സീപ്പേജിൻ്റെ അളവെടുത്ത് ഇന്ന് 87.27 ലിറ്ററാണ് പെർ മിനിറ്റ് ഇന്നത്തെ റീഡിങ്. അവർ ചോർച്ച അടയ്ക്കാനുള്ള നടപടികൾ അവർ എടുക്കുന്നുണ്ടായിരിക്കാം. ഇന്ന് പ്രത്യക്ഷത്തിലൊന്നും കണ്ടില്ല. വാട്ടർ ലെവൽ കൂടുന്നതനുസരിച്ച് സീപ്പേജിൻ്റെ ക്വാണ്ടിറ്റിയും സ്വാഭാവികമായിട്ടും കൂടേണ്ടതാണ്. പക്ഷേ ഇന്ന് നേരെ തിരിച്ചാണ് കണ്ടത്. അണക്കെട്ടിൽ വൻ ചോർച്ച കണ്ടെത്തിയതും 2 ഷട്ടറുകൾ തകരാറിലായതും ജനങ്ങളെ ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ്. ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ കട്ടപ്പന, കുമ്പളി സിഐമാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മുല്ലപ്പെരിയാർ തീരദേശവാസികളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകുക എന്ന ലക്ഷ്യത്തോടുകൂടി അണക്കെട്ടിലെ ജലനിരപ്പ് 136 അടിയിൽ നിജപ്പെടുത്തുവാനുള്ള കേരളത്തിന്റെ ആവശ്യം തമിഴ്നാട് തള്ളി. 140 അടിയിലേക്ക് അതിവേഗം വെള്ളമെത്തിക്കുവാൻ വേണ്ട നടപടികളുമായി തമിഴ്നാട് മുൻപോട്ട് പോവുകയാണ്. പറ്റി ഒന്ന് നമ്മൾക്ക് ഇപ്പോഴും ഞങ്ങൾ സുപ്രീം കോടതി പറയുന്നതും ഇത് സേഫല്ല, സേഫാണെന്ന് സുപ്രീം കോടതി പറഞ്ഞാൽ പോലും നിങ്ങൾ സേഫാന്ന് പറയുന്നത് ഈ 13 ഷട്ടർ ഒന്നിച്ച് വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ്. ആ ഷട്ടർ വർക്ക് ചെയ്യുന്നില്ല, 12 ഉള്ളൂ. നമ്മൾ പറയുന്നത് നിങ്ങൾ ഈ 13 ഷട്ടർ വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ചെയ്തു, അതായത് സുപ്രീം കോടതി നമ്മൾക്ക് ബാധ്യസ്ഥരാണ്. പക്ഷേ അത് ചെയ്യാതെ മൂന്നാമത്തെ വിഷയം CWCയുടെ ഹൈഡ്രോളജി വിങ് തന്നെ പറയുന്നു, ഡയറക്ടറേറ്റ് പറയുന്നു ഈ 136 തന്നെ നിങ്ങൾ ഈ ഗേറ്റ് ഓപ്പറേഷൻ തുടങ്ങണം. അവർ പറയുന്നത് 140 ചെയ്യും. അത് ശരിയല്ല. CWCയുടെ പ്രതിനിധിയായ സൂപ്പർവൈസറി കമ്മിറ്റി ചെയർമാൻ അങ്ങനെ ഒരു നിലപാടെടുത്തതിനെയാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത്. കേരളത്തിന് അഭിമാനമായി ഹൈറേഞ്ചുകാരായ 3 ശാസ്ത്ര പ്രതിഭകൾ ഐറിഷ് പുരസ്കാരം ഏറ്റുവാങ്ങുവാൻ ഡൽഹിയിലേക്ക് തിരിക്കുന്നു. അണക്കര മോൺഫോർട്ട് സ്കൂളിലെ വിദ്യാർത്ഥിനികളായ മരിയ സുനിൽ, ഒലീവിയ എബ്രഹാം, നമിത എൽസ വർഗീസ് എന്നിവരാണ് പുതിയ ശാസ്ത്ര ആശയങ്ങൾ കണ്ടെത്തി പുരസ്കാരത്തിന് അർഹയായിരിക്കുന്നത്. അക്ഷയ IT മിഷൻ ഇടുക്കി ജില്ലയിൽ നടപ്പിലാക്കിയ ഐറിസ് പദ്ധതി പ്രകാരം നൂതന ആശയങ്ങൾ സമർപ്പിച്ചതിനാണ് ഈ മിടുക്കികളെ തേടി ദേശീയ പുരസ്കാരം എത്തിയത്. അണക്കര മോൺഫോർട്ട് സീനിയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനി മരിയ സുനിൽ, 9ാം ക്ലാസ് വിദ്യാർത്ഥിനികളായ നമിത എൽസ വർഗീസ്, ഒലീവിയ എബ്രാഹാം എന്നിവരാണ് കണ്ടുപിടുത്തങ്ങളിലൂടെ ഇടുക്കിയുടെ അഭിമാനമായത്. യുവ ഗവേഷകരെ കണ്ടെത്തുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് അക്ഷയ, IT മിഷൻ, ഇന്റൽ എഡ്യൂക്കേഷൻ എന്നിവയുടെ സഹകരണത്തോടുകൂടി ഐറിസ് പദ്ധതി നടപ്പിലാക്കിയത്. ഈ പദ്ധതി പ്രകാരം കേരളത്തിൽ നിന്ന് പുരസ്കാരത്തിനായി തെരഞ്ഞെടുക്കപ്പെട്ടതും ഈ 3 പേർ മാത്രമാണ്. തെങ്ങോല, ചക്കക്കുരു എന്നിവയുടെ ആരോഗ്യ മേഖലയിലെ ഉപയോഗം എന്ന പ്രോജക്റ്റാണ് മരിയ സുനിൽ സമർപ്പിച്ചത്. തെങ്ങോലയും ചക്കക്കുരുവും ചേർത്ത് തയ്യാറാക്കുന്ന ഔഷധം ക്യാൻസർ രോഗം തടയുമെന്നും അൾസറിനും ദഹന പ്രശ്നങ്ങൾക്കും ഔഷധമായി ഉപയോഗിക്കാമെന്നും മരിയ പറയുന്നു. നമ്മൾ നിസ്സാരമായി കരുതുന്ന വളരെയേറെ വസ്തുക്കളിൽ നിന്നും നമ്മൾ വിചാരിക്കുന്നതിലേറെ വസ്തുക്കളും ഔഷധങ്ങളും ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും. അതുപോലെ നമ്മൾ തള്ളിക്കളയുന്ന 2 വസ്തുക്കളാണ് തെങ്ങോലയും ചക്കക്കുരുവും. തെങ്ങോലയ്ക്ക് നമ്മുടെ ചുറ്റുമുള്ള എനർജി അബ്സോർബ് ചെയ്യാനുള്ള വളരെയേറെ കഴിവുണ്ട്. അതുപോലെ തന്നെ ബാക്ടീരിയകളുടെ വളർച്ച തടയാനും തെങ്ങോലയ്ക്ക് കഴിവുണ്ട്. ചക്കക്കുരുവിൻ്റെ കാര്യം പറഞ്ഞാൽ ചക്കക്കുരുവിന് ക്യാൻസറിനെ തടയാനുള്ള ഫൈറ്റോ ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞ ഘടകം ചക്കക്കുരുവിൽ ഉണ്ട്.
അതുപോലെ തന്നെ അൾസർ തുടങ്ങിയ ഉള്ളിലുള്ള രോഗങ്ങൾ തടയാനുള്ള വളരെ വസ്തുക്കളും ചക്കക്കുരുവിലുണ്ട്. അതുപോലെ അതുകൊണ്ട് തന്നെ ഈ ചക്കക്കുരു മൂലയും കൂടെ ചേർത്ത് തയ്യാറാക്കുന്ന ഒരു ഔഷധം വളരെ രോഗങ്ങൾ തടയാനും വളരെ എനർജി ഉള്ളൊരു പുതിയ തലമുറയെ ഉണ്ടാക്കാനും നമുക്ക് സാധിക്കും. നെല്ലിക്കയിൽ നിന്ന് ലാക്റ്റിക് ആസിഡ് വേർതിരിച്ചെടുക്കുന്ന ആശയമാണ് നമിതയും ഒലീവിയയും ചേർന്ന് സമർപ്പിച്ചത്. നെല്ലിക്ക പൊളിപ്പിച്ച് അതിൽ നിന്ന് നീരെടുത്താണ് ആ നീരിൽ നിന്ന് ഞങ്ങൾ ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയയെ വേർതിരിക്കുകയും അത് ബേബി ഫുഡ്സ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, പച്ചക്കറികൾ മുതലായവ എല്ലാ സാധനങ്ങളിലേക്കും ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുമ്പോൾ അതിൻ്റെ ഗുണഗണങ്ങൾ കൂടുകയും അതിലൂടെ നമ്മുടെ ഭാരതത്തിലെ ഭക്ഷ്യസുരക്ഷ മെച്ചപ്പെടുത്തുകയും ചെയ്യുകയാണ് ഞങ്ങളുടെ ഈ പ്രോജക്റ്റിലൂടെ ഉദ്ദേശിക്കുന്നത്. നെല്ലിക്കയിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന ലാക്റ്റിക് ആസിഡ് ബേബി ഫുഡിനും മറ്റും പോഷകം കൂട്ടാനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഉപയോഗപ്പെടുത്താമെന്നും നമിത എൽസ പറയുന്നു. ആധുനിക ലോകത്ത് ഭക്ഷ്യസുരക്ഷ വളരെ കുറവാണ്. ഭക്ഷ്യസുരക്ഷാ കുറവ് എന്ന ചിന്തയാണ് ഞങ്ങളെ ഈ പ്രോജക്റ്റ് ചെയ്യുന്നതിലേക്ക് നയിച്ചത്. പ്രോജക്റ്റിനായി വിദ്യാർത്ഥികൾക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകിയത് സ്കൂളിലെ ഫിസിക്സ് അധ്യാപകനായ ബിനു കൊട്ടാരത്തിലാണ്. എല്ലാ വർഷവും ശാസ്ത്ര വിഷയവുമായി ബന്ധപ്പെട്ട പ്രദർശനങ്ങളും ഡിബേറ്റുകളും സ്കൂളിൽ സംഘടിപ്പിക്കാറുണ്ടെന്നും ഇതിന്റെ ഭാഗമായാണ് ഈ വിദ്യാർത്ഥിനികളെ ഐറിസ് പ്രോജക്റ്റിൽ പങ്കെടുപ്പിച്ചതെന്നും ബിനു കൊട്ടാരത്തിൽ പറഞ്ഞു. എല്ലാ വർഷവും നമ്മുടെ സ്കൂളിൽ ശാസ്ത്ര സംബന്ധമായ ഡിബേറ്റുകൾ, സെമിനാറുകൾ, അതുപോലെ തന്നെ എക്സിബിഷനുകൾ നടത്താറുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ വർഷം നമ്മുടെ അക്ഷയ സെൻറ്റർ, പ്രത്യേകിച്ച് അണക്കര അക്ഷയ സെൻറ്റർ, അതുപോലെ തന്നെ ഇന്റൽ കോർപ്പറേഷൻ, പിന്നെ ലേണിംഗ് ലിങ്ക്സ്, അതുപോലെ എജ്യൂകോം, ഇവരെല്ലാം കൂടെ ചേർന്ന് നടത്തുന്ന ഐറിസ് പ്രോഗ്രാമിന് നമ്മുടെ കുട്ടികൾക്ക് ഒരു അവസരം ലഭിക്കുന്നത്. നമ്മുടെ സ്കൂളിൽ തന്നെ ഒരു ഏകദേശം 300 കുട്ടികൾ, ഇത് ഇടുക്കി ജില്ലയിൽ മൊത്തം ഉണ്ടായിരുന്നു, നമ്മുടെ സ്കൂളിൽ തന്നെ 300 കുട്ടികളോളം ഇതിന് പ്രൊജക്റ്റ് സമർപ്പിച്ചിരുന്നു. അതിൽ 3 കുട്ടികളാണ് ഇതിനു വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടത്. പുരസ്കാര ജേതാക്കളെ സ്കൂളിൽ നടക്കുന്ന ചടങ്ങിൽ ആദരിക്കും. പുരസ്കാര ജേതാക്കളും ഗൈഡും 2 അധ്യാപകരും അടങ്ങുന്ന 6-അംഗ സംഘം നവംബർ 7-ന് ന്യൂഡൽഹി നാഷണൽ സയൻസ് സെന്ററിൽ നടക്കുന്ന അവാർഡ് ദാന ചടങ്ങിൽ കേരളത്തെ പ്രതിനിധാനം ചെയ്യും. ന്യൂസ് ബ്യൂറോ, അണക്കര. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം തമിഴ്നാട്ടിൽ വെച്ചുണ്ടായ ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ യുവാവ് തുടർ ചികിത്സയ്ക്കായി സുമനസ്സുകളുടെ കാരുണ്യം തേടുന്നു. വാർത്തകൾ തുടരുന്നു. ഫോക്കസ് ഇടുക്കി. തമിഴ്നാട്ടിൽ വെച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ യുവാവ് തുടർ ചികിത്സയ്ക്കായി പണം കണ്ടെത്താൻ കഴിയാതെ ബുദ്ധിമുട്ടുകയാണ്. കൈലാസപ്പാറ 5 ഏക്കർ കാനം കുണ്ടുകുഴിയിൽ മുരുകനാണ് സുമനസ്സുകളുടെ സഹായം അഭ്യർത്ഥിക്കുന്നത്. കഴിഞ്ഞ മാസം 22-ാം തീയതിയാണ് കോയമ്പത്തൂരിന് സമീപം വെച്ചുണ്ടായ ബൈക്ക് അപകടത്തിൽ മുരുകന് ഗുരുതരമായി പരിക്കേറ്റത്. മുരുകന്റെ തോളല് പൊട്ടി അസ്ഥികൾ പുറത്തുവരികയും നട്ടലിന് ക്ഷതമുണ്ടാവുകയും ചെയ്തു. ഇതോടെ മുരുകൻ പൂർണ്ണമായും കിടപ്പിലാവുകയായിരുന്നു. കോയമ്പത്തൂരിലായിരുന്നു. ഇന്നപോലെ ആഴ്ചയുണ്ടായി വണ്ടി ഇവിടെ തോളിൻ്റെ അവിടെ മുറിഞ്ഞു, 2 എല്ല് പൊട്ടിയിടിക്കുക, ഇവിടെ തോളിൽ മുറിഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം കുത്തിക്കെട്ടു, മുഖമെല്ലാം കുത്തിക്കെട്ടുണ്ട്. എനിക്കാണെങ്കിൽ കൂലിപ്പണി ചെയ്താലും കൂലിപ്പണി ഇല്ല, അവിടെ കൂലിപ്പണിയില്ലാത്തതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടിൽ ഞാൻ ജീവിക്കുകയാണ്. തമിഴ്നാട്ടിലെ ചികിത്സകൾക്ക് ശേഷം നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിൽ തുടർ ചികിത്സ നടത്തിയെങ്കിലും അടിയന്തരമായി ഓപ്പറേഷൻ നടത്തിയെങ്കിൽ മാത്രമേ മുരുകന് എണീറ്റ് നടക്കുവാൻ കഴിയൂ. ഇതിനായി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുവാൻ ആംബുലൻസിന് നൽകുവാൻ പോലും പണമില്ലാതെ വിഷമിച്ചിരുന്ന മുരുകനെ പിന്നീട് നാട്ടുകാരിടപെട്ട് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. നടന്ന ആക്സിഡന്റിൽ പയ്യന് പരിക്ക് പറ്റിയിരിക്കുകയാണ്. ഗുരുതരമായ പരിക്കാണ്. നട്ടലിന് പൊട്ടലുണ്ട്, അതുപോലെ തന്നെ തോളിന് നല്ല ഒരു പൊട്ടലാണ്. അത് ICU ഉള്ള പിന്നെ ICU സൗകര്യത്തോടു കൂടിയ തിയേറ്റർ ഉള്ളിടത്ത് മാത്രമേ ഇത് ഓപ്പറേഷൻ ചെയ്യാൻ പാടുള്ളൂ എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. താലൂക്കിൽ 10 ദിവസത്തോളം താലൂക്കിൽ ചികിത്സയിലായിരുന്നു. ശസ്ത്രക്രിയ കഴിഞ്ഞാലും പൂർണ്ണ ആരോഗ്യസ്ഥിതി വീണ്ടെടുക്കുവാൻ മുരുകന് മാസങ്ങൾ തന്നെ വേണ്ടിവരും. തുടർ ചികിത്സയ്ക്ക് പോലും പണമില്ലാതെ ബുദ്ധിമുട്ടുകയാണ് മുരുകന്റെ കുടുംബം. അച്ഛനും അമ്മയും ഭാര്യയും 2 കുട്ടികളും അടങ്ങുന്ന കുടുംബത്തിന്റെ ഏക ആശ്രയമാണ് മുരുകൻ. ഉദാരമനസ്കരുടെയും സന്നദ്ധ പ്രവർത്തകരുടെയും സഹായം തേടുകയാണ് ഈ കുടുംബം. ന്യൂസ് ബ്യൂറോ, നെടുങ്കണ്ടം. സ്വരാജ് ടൗണിൽ ഭീഷണി ഉയർത്തി സ്ഥിതി ചെയ്യുന്ന ട്രാൻസ്ഫോർമർ മാറ്റിസ്ഥാപിക്കുവാൻ നടപടിയായില്ല.
സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ ബസ് കാത്തു നിൽക്കുന്ന വഴിയോരത്താണ് ട്രാൻസ്ഫോർമർ സ്ഥിതി ചെയ്യുന്നത്. വർഷങ്ങളായി ജനങ്ങൾ പ്രക്ഷോഭവുമായി രംഗത്തിറങ്ങിയെങ്കിലും സ്വരാജ് ടൗണിന് ഭീഷണി ഉയർത്തി നിൽക്കുന്ന ട്രാൻസ്ഫോർമർ മാറ്റിസ്ഥാപിക്കുന്നതിന് ഇതുവരെ നടപടിയുണ്ടായിട്ടില്ല. നൂറുകണക്കിന് ആളുകൾ ദിവസവും സഞ്ചരിക്കുന്ന കട്ടപ്പന കോട്ടയം റൂട്ടിലെ ദേശീയപാതയോരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ട്രാൻസ്ഫോർമർ 2 വാഹനങ്ങൾ ഒരേ സമയം എത്തുമ്പോൾ ട്രാൻസ്ഫോർമറിൽ തട്ടി അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യത ഏറെയാണ്. ഇവിടുന്ന് എപ്പോഴും അപകടങ്ങൾ എപ്പോഴും ഉണ്ടാകാറുണ്ട്. പിന്നെ സ്കൂൾ കുട്ടികളെല്ലാം ബസ് കാത്തു നിൽക്കുന്നതും പിന്നെ ബസ്സുകൾ ഇഷ്ടം പോലെ പോകുന്ന വഴിയായതുകൊണ്ട് പിള്ളേർക്ക് മഴ പെയ്യുമ്പോഴും എല്ലാം തീ എപ്പോഴും വരും. കടയോട് ചേർന്ന് ഇരിക്കുന്നത് കൊണ്ട് പിന്നെ എപ്പോഴും അപകട സാധ്യതയുണ്ട്. വണ്ടി ഇടിക്കുമ്പോൾ ഞാൻ പേടിച്ചവിടെ ഇരിക്കുന്നത്. മഴക്കാലമായ ട്രാൻസ്ഫോർമറിൽ നിന്നും വൻതോതിൽ വൈദ്യുതി പ്രവഹിക്കുന്നതും സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങൾക്ക് ഭീഷണി ഉയർത്തുന്നു. കൂടാതെ ട്രാൻസ്ഫോർമറിന്റെ സമീപത്തായി ഒരു ബസ് സ്റ്റോപ്പ് സ്ഥിതി ചെയ്യുന്നതിനാൽ സ്വരാജ് സ്കൂളിലെ നൂറുകണക്കിന് കുട്ടികളാണ് ഇവിടെ ബസ് കാത്തു നിൽക്കുന്നത്. സ്വരാജ് ടൗണിലെ ടാക്സി സ്റ്റാൻഡും ഇതിന്റെ അടുത്തു തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. വർഷങ്ങളേറെയായി ഇത് വളരെ ഗുരുതരാവസ്ഥയിൽ നിൽക്കുന്ന ഒരു ട്രാൻസ്ഫോർമറാണ്. ഇവിടെ ആയിരക്കണക്കിന് കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂൾ ഇതിന് തൊട്ടടുത്തുണ്ട്. ഇതിനെ കുട്ടികൾ മിക്കവാറും ദിവസങ്ങളിൽ ഇവിടെ വരുമ്പോൾ 2 ബസ്സുകൾ വന്നാൽ സൈഡ് മാറാൻ ബുദ്ധിമുട്ടുന്നതായി കാണുന്നുണ്ട്. സ്കൂൾ കുട്ടികൾ നൂറുകണക്കിന് സ്കൂൾ കുട്ടികൾ പോകുന്ന ഒരു വഴിയാണ്. അതോടൊപ്പം തന്നെ ഒരു ഓട്ടോ സ്റ്റാൻഡ് കൂടിയാണ് ഇവിടെ. നൂറുകണക്കിന് ആൾക്കാർക്ക് ഭീതി വിലക്കുകയും ഡെയിലി വാഹനങ്ങൾ ഇവിടെ വന്ന അപകടങ്ങൾ കഴിഞ്ഞ ആഴ്ചയിൽ തന്നെ ഒരു ബൈക്ക് വന്ന് ഇടിച്ച് വീഴുകയും അദ്ദേഹത്തിന് ഗുരുതരമായ പരിക്കുകൾ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. ടാക്സി തൊഴിലാളികളും നാട്ടുകാരും വ്യാപാരികളും ട്രാൻസ്ഫോർമർ ടൗണിൽ നിന്നും മാറ്റണമെന്നാവശ്യപ്പെട്ട് നിരവധി തവണ പരാതി നൽകിയിട്ടുണ്ട്. എന്നാൽ ഇതുവരെ നടപടിയുണ്ടായിട്ടില്ല. മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ എത്രയും വേഗം ടൗണിൽ നിന്ന് ട്രാൻസ്ഫോർമർ മാറ്റി സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് വൈദ്യുതി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്താനുള്ള ഒരുക്കത്തിലാണ് നാട്ടുകാർ. ശുചിത്വ മാസാചരണത്തിന്റെ ബ്ലോക്ക് തല സമാപനം നെടുങ്കണ്ടത്ത് നടന്നു. മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ ജനപങ്കാളിത്തത്തോടെ നടപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് 1 മാസം നീണ്ടുനിന്ന ആചരണം സംഘടിപ്പിച്ചത്. ശുചിത്വ മാസാചരണത്തിന്റെ ഭാഗമായി വിവിധ സ്ഥലങ്ങളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ, ശുചിത്വ പ്രതിജ്ഞ, ബോധവൽക്കരണ ക്ലാസുകൾ തുടങ്ങിയവയും സംഘടിപ്പിച്ചിരുന്നു. മാസാചരണത്തിന്റെ സമാപനം ശുചിത്വ സന്ദേശ റാലിയോടുകൂടിയാണ് നടന്നത്. പടിഞ്ഞാറക്കവലയിൽ നിന്നും ആരംഭിച്ച റാലിയിൽ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകൾ, സ്കൌട്ട് ആൻഡ് ഗൈഡ്, NCC വോളണ്ടിയർമാർ, വിവിധ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ, കുടുംബശ്രീ, അംഗൻവാടി, ആശാപ്രവർത്തകർ അടക്കം നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കിങ്ങിണി രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. നമുക്ക് ചെയ്യാൻ കഴിയുന്ന വാക്കുകൾ കൊണ്ടാണെങ്കിലും സന്ദേശങ്ങളിലൂടെ ആണെങ്കിലും ഒരാൾക്ക് കഴിയുന്ന സന്ദേശം എത്തിക്കുക എന്ന ഒരു ദൗത്യം മാത്രമാണ് ഞങ്ങൾ ഭരണസമിതി അംഗങ്ങൾ തീരുമാനമെടുത്തത്. വൈസ് പ്രസിഡന്റ് മാത്തുക്കുട്ടി മാത്യു അധ്യക്ഷനായിരുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ലീലാമ്മ ജോസഫ്, ശ്രീമന്ദിരം ശശികുമാർ, സൂസി ആന്റണി, ജില്ലാ പഞ്ചായത്ത് അംഗം KN മുരളി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ മുൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളെ ആദരിക്കുകയും ശുചിത്വ ക്ലാസ് മുറികൾ, ശുചിത്വ സ്ഥാപനങ്ങൾ, മികച്ച ആശാപ്രവർത്തകർ എന്നിവർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്തു. കട്ടപ്പന ഗ്രാമപഞ്ചായത്തിന്റെയും സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിന്റെയും പാറക്കടവ് ജനസേവന കേന്ദ്രത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ വയോജന മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് അംഗം മേരി ആന്റണി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിൽ കൂടുതൽ കരുതലും പരിചരണവും ആവശ്യമായ വിഭാഗമായി വയോജന വിഭാഗത്തെ കണ്ടുകൊണ്ട് 2014-15 വർഷത്തെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കട്ടപ്പന ഗ്രാമപഞ്ചായത്തിന്റെയും സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിന്റെയും പാറക്കടവ് ജനസേവാ കേന്ദ്രത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ വയോജന മെഡിക്കൽ ക്യാമ്പ് നടന്നു. കനിവ് എന്ന പേരിൽ കട്ടപ്പന പാറക്കടവ് അംഗൻവാടിയിൽ വെച്ച് നടത്തിയ ക്യാമ്പിൽ അലോപ്പതി, ആയുർവേദ വിഭാഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് രോഗിനിർണയവും സൗജന്യ മെഡിക്കൽ ക്യാമ്പും നടത്തിയത്. കട്ടപ്പന ഗ്രാമപഞ്ചായത്ത് അംഗം ജോയി ആനത്തോട്ടം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം മേരി ആന്റണി ഉദ്ഘാടനം നിർവഹിച്ചു. ആരോഗ്യമുള്ള മനസ്സിലും ആരോഗ്യമുള്ള ശരീരം ഉണ്ടാവുകയുള്ളൂ. എന്തെല്ലാം മരുന്ന്, ആരെല്ലാം എന്തെല്ലാം ചികിത്സാവിധികൾ ഏർപ്പെടുത്തിയാലും അതിനെല്ലാം ഉപരിയായിട്ട് നല്ലൊരു മനസ്സും സന്തോഷപ്രദമായ ഒരു ജീവിതവും ഒക്കെ ഉണ്ടെങ്കിലേ നമ്മുടെ ആരോഗ്യം നിലനിർത്തുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. ചടങ്ങിൽ കട്ടപ്പന ഹെൽത്ത് ഇൻസ്പെക്ടർ PM ഫ്രാൻസിസ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ബിന്ദുലത രാജു, സുധർമ്മ മോഹനൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തോമസ് മൈക്കിൾ തുടങ്ങിയവർ സംസാരിച്ചു. ഡോക്ടർമാരായ സുഗിത്, അജിത് കുമാർ, ലിജിമോൾ എബ്രഹാം തുടങ്ങിയവർ മെഡിക്കൽ ക്യാമ്പിന് നേതൃത്വം നൽകി. ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു.
കട്ടപ്പന ഗ്രാമപഞ്ചായത്ത് ADS 10ാം വാർഡിന്റെ വാർഷികാഘോഷം നടന്നു. ഗ്രാമപഞ്ചായത്ത് അംഗം ജോയി ആനിത്തോട്ടം വാർഷികം ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പന ഗ്രാമപഞ്ചായത്ത് 10ാം വാർഡ് ADSന്റെ വാർഷികാഘോഷം പാറക്കടവ് അംഗൻവാടിയിൽ വെച്ച് നടന്നു. 10ാം വാർഡ് അംഗം ബിന്ദുലത രാജു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് അംഗം ജോയി ആനിത്തോട്ടം ഉദ്ഘാടനം നിർവഹിച്ചു. സമൂഹത്തില് ഇത്രമാത്രം സ്വാധീനം ചെലുത്താൻ പറ്റുന്ന മറ്റൊരു സംഘടനയിൽ ലോകത്തിൽ നമ്മുടെ കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ ഏതാണ്ട് 65% കുടുംബങ്ങളും ഇതിന്റെ ഭാഗമായി നൽകുക. ചടങ്ങിൽ ADS പ്രസിഡന്റ് ശാന്ത PP, ADS സെക്രട്ടറി വിജയമ്മ തങ്കപ്പൻ, ADS കമ്മിറ്റി അംഗം ഷൈനി തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. കട്ടപ്പനയിൽ പട്ടയമേള സംഘടിപ്പിച്ചു. 2016 പട്ടയമില്ലാത്ത എല്ലാവർക്കും പട്ടയമെന്ന ലക്ഷ്യത്തോടുകൂടിയാണ് UDF സർക്കാർ മുൻപോട്ട് പോകുന്നതെന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. കട്ടപ്പനയിൽ പട്ടയമേള നടക്കുന്ന വേദിയിലേക്ക് നിരവധി സംഘടനകളുടെ പ്രതിഷേധ പ്രകടനം. ആദിവാസികൾ ഉൾപ്പെടെ പ്രതിഷേധത്തിൽ അണിനിരന്നു. ES ബിജിമോൾ MLA വായി മൂടിക്കെട്ടിയാണ് പട്ടയമേളയിൽ പങ്കെടുത്തത്. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 138.1 അടിയായി ഉയർന്നു. ഡാമിന്റെ ചോർച്ച വർദ്ധിച്ചു. വിള്ളലുകളിലൂടെ ജലം പുറത്തേക്കൊഴുകുന്നു. വൃഷ്ടിപ്രദേശത്ത് കനത്ത മഴ തുടരുകയാണ്. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ 2 ഷട്ടറുകൾ പ്രവർത്തനരഹിതമായി. അണക്കെട്ടിന്റെ ചോർച്ച ആശങ്കാജനകമാംവിധം വർദ്ധിച്ചതായി സംസ്ഥാന ചീഫ് സെക്രട്ടറി ഭരത് ഭൂഷൺ. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.